ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കി നമ്മുടെ ഡെക്കറേഷൻ കാണാം. ഈ സെറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ടി വിയുടെ താഴെയുള്ള ആ ഒരു ടേബിൾ, ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ ഐറ്റംസ് ഒക്കെ മാറ്റിയിട്ട് ആ ക്രിസ്മസിൻ്റെ ആ ഒരു ഐറ്റംസ്, ആ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം, അത് ഇടണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ആ കാര്യം ചെയ്യാം. അതിന് മുന്നായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു ക്രിസ്മസ് റീത്ത് നമ്മൾ ട്രീയുടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ വെക്കുമല്ലോ, അപ്പോൾ അതുകൂടി നമുക്ക് ആ ട്രീയുടെ അടുത്ത് തന്നെ സെറ്റ് ആക്കാം. നമ്മുടെ കയ്യിൽ ഓൾറെഡി തന്നെ ഒരു ക്രിസ്മസ് റീത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പുതിയത് വാങ്ങിച്ചിട്ടുള്ളതല്ല. അപ്പോൾ അത് എപ്പോഴും അവിടെ തന്നെയാണ് നമ്മളത് വെക്കാറുള്ളത്. അപ്പോൾ നെക്സ്റ്റ് പിന്നെ ട്രീ സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് റീത്തൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മളുടെ ടേബിളിൻ്റെ ആ ഒരു അടിഭാഗത്തുള്ള ഡെക്കറേഷനും കാര്യങ്ങളാണ് ഇനി അടുത്തത് ചെയ്യാനുള്ളത്. എടുത്ത് മാറ്റിട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ക്രിസ്മസിൻ്റെ കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളും സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇനി സെറ്റ് ചെയ്യാം. ക്യാൻഡിൽ വെക്കാം. ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് നോക്കാനും അത് എന്നെ ഹെൽപ്പ് ചെയ്യാനും ഓരോന്ന് എടുത്തു തരാനും ഒക്കെ രണ്ടാളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. മോൾക്കാണ് ഇപ്രാവശ്യം കൂടുതലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. കാരണം അവൾ ഇപ്പോഴാണല്ലോ കുറച്ചുകൂടി വലുതായിട്ട് ഇതൊക്കെ കാണുന്നത്. അപ്പുറത്ത് തന്നെ നമ്മുടെ ടേബിളിന്റെ താഴെയുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ അത് രണ്ട് കഴിഞ്ഞു. ഇനി നമ്മളൊരു ഏരിയയും കൂടിയും ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ടേബിള്, നമ്മുടെ ഡൈനിങ് ടേബിള്. അതുകൂടി ഒന്ന് ജസ്റ്റ് അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ കണ്ടിട്ടില്ല ഇങ്ങനെ ചെറിയ റൗണ്ട് എന്താ പറയുക ട്രേ അങ്ങനെയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യണത്. അപ്പോൾ അതുപോലെ ആ ഒരു ഏരിയയും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ക്രിസ്മസ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വർഷത്തെ എൻഡ് ചെയ്യും. നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ ചെയ്യാൻ വിചാരിക്കാറുണ്ടെങ്കിലും ഇപ്രാവശ്യമാണ് നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക ടേബിൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടെ ഓൾറെഡി നമ്മൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് മാറ്റിയിട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു റൗണ്ടിൽ ഒരു ട്രേ പോലത്തെ ഒരു ഐറ്റം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു കുഞ്ഞൊരു ക്രിസ്മസ് ട്രീ വെച്ചു. പിന്നെ അതിൻ്റെ സൈഡിൽ ഇതൊന്നും പുതിയ ഐറ്റംസ് അല്ല കേട്ടോ, ഇതൊക്കെ നമ്മുടെ പഴയതായിട്ട് നമ്മൾ ഓരോ വർഷം വാങ്ങിച്ചിട്ടുള്ള അതിലത്തെ ഓരോ ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ ഒരു കുഞ്ഞൊരു റെയിൻഡിയർ വെച്ചു. അതിനുശേഷം പിന്നെ ഒരു റെഡ് ക്യാൻഡിൽസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ അതും പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീന്ന് പോന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു കുഞ്ഞൊരു പൈൻ. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഈ ട്രേയിൽ വെച്ചു. പിന്നെ ഇത് ഒരു വൈറ്റ് ക്യാൻഡിൽസ് തന്നെയാണ്. അപ്പോൾ അതും പിന്നെ വേറൊരു ക്യാൻഡിൽ നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കയ്യിൽ വേറെ എവിടെയും വെക്കാനായിട്ട് നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായതുകൊണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങനത്തെ ഒരു റെഡ് കളറ്, റെഡും ഉണ്ട് പിന്നെ ഗ്രീനും ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി വലിയ ട്രീ ഗ്രീൻ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് റെഡ് കളറിലുള്ളത് വെക്കാമെന്ന്. അങ്ങനെ റെഡ് കളറിലുള്ളൊരു കുഞ്ഞൊരു ക്യാൻഡിലാണത്. അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ടേബിളിൻ്റെ സൈഡും കൂടി നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. അങ്ങനെ ഈ ഒരു ഭാഗം കൂടി നമ്മൾ ഭംഗിയാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും തോന്നണമെന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞൊരു ഡെക്കറേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ 2 മക്കളുണ്ട്. അവർ എന്ത് ഞാൻ ചെയ്താലും വാവ് സൂപ്പർ അടിപൊളി എന്നൊക്കെ പറയാൻ 2 ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ സെറ്റാക്കി. അങ്ങനെ നമ്മുടെ ടേബിളും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മെയിൻ ഏരിയാസൊക്കെ എല്ലാതും ഇപ്പോൾ സെറ്റാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്രിസ്മസ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് അവസാനിക്കും. ഫസ്റ്റ് ആരെയാ വെക്കണേ? ആരെയാ വെക്കണേന്ന്? എന്നാ സാൻഡാനെ എടുത്ത് വെക്ക്. ഫസ്റ്റ് സാൻഡി ആണെങ്കിൽ സാൻഡാനെ വെക്ക്. ആ വെക്ക്. അന്ന വെക്കണ്ട സ്നോമാനെ? അല്ല, നീ ആ കാർ അവിടെ നിന്ന് എടുത്താൽ ആരവിടെ വെച്ച കാറ്? എൻ്റെ മോന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആള് ക്ഷീണിച്ച് തളർന്ന് ഒരു സൈഡിൽ ഇരിപ്പായിട്ടോ. പിന്നെ മോനായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത്. അവനാണെങ്കിൽ പിന്നെ നമ്മൾ ഓരോ വർഷം മുന്നേ ചെയ്തിട്ടുള്ള എൻ്റെ ഓർമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ സ്നോമാൻ വെക്കണ്ടേ അല്ലെങ്കിൽ എന്താ പറയുക സാൻഡാന വെക്കണേന്ന് അവനൊക്കെ ചോദിച്ചിട്ട് അവൻ തന്നെയായിരുന്നു ഓരോ സാധനങ്ങളെടുത്ത് പിന്നെ ബാക്കി അവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടു. അപ്പോൾ ലൈറ്റ് ഇട്ട് കാണുമ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ടാവുമല്ലോ. പിന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ സ്റ്റാറിൻ്റെ ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫുള്ള് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ലിവിംഗ് റൂം ഡെക്കറേഷൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.